നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമെന്നത് ഈ കാണുന്നത് ഷവർലെറ്റിൻ്റെ തവേരയുടെ ലീഫാണ്. അതായത് റേഡിയേറ്റർ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫാനാണ്, എൻജിൻ ഫാനാണ് റേഡിയേറ്റർ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ ഫാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഓഫായിട്ട് നിൽക്കുന്ന സമയത്തും ഇത് നമ്മൾ കൈ കൊണ്ട് കറക്കി കഴിഞ്ഞാൽ, അതിപ്പോൾ എൻ്റെ കൈയാണ്, ആ കൈ കൊണ്ട് കറക്കി കഴിഞ്ഞാൽ ഇത് കറങ്ങും. പക്ഷെ പലരും വിചാരിച്ച് വച്ചിരിക്കുന്നത് ഈ ഫാന് കറക്കുന്ന സമയത്ത്, ഈ ഫാന് നമ്മളിങ്ങനെ കൈ കൊണ്ട് കറക്കുന്ന സമയത്ത് മെയിൻ പുള്ളി കൂടി കറങ്ങുമെന്നാണ് പലരും വിചാരിച്ച് വച്ചിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ കറങ്ങത്തില്ല. ഇത് വാഹനം സ്റ്റാർട്ടായാലും ഓഫായിരുന്നാലും ഈ ഫാന് കറങ്ങും. ഫാനിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം വരികയാണെങ്കിൽ ഇതിൻ്റെ ക്ലച്ച് കംപ്ലൈൻ്റ് ആകും. ഫാന് നിൽക്കുന്ന ഒരു ക്ലച്ചുണ്ട്, ഇതാണ് ഫാനിൻ്റെ ക്ലച്ച്. ഫാനിൻ്റെ ക്ലച്ച് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഈ ഫാനിൻ്റെ ക്ലച്ച് കംപ്ലൈൻറ്റ് വരുമ്പോൾ ഇത് ശരിക്കും കറങ്ങത്തില്ല. അതായത് വാഹനം സ്റ്റാർട്ടായാൽ കൂടിയും ഇത് ഒന്നെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ അതിന് തോന്നുന്ന രീതിയിലായിരിക്കും അത് കറങ്ങുന്നത്. അതുമല്ല, അതിൽ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ക്ലച്ച് കംപ്ലൈൻറ്റ് വരുമ്പോൾ, ഈ കാണുന്നതാണ് ക്ലച്ച്, ഈ കാണുന്നതാണ് ക്ലച്ച്. ഈ ക്ലച്ച് കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് ചെറിയൊരു സൗണ്ടിന് വേരിയേഷൻ വരും, ചെറിയൊരു കിലുക്കം വരും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പലരും റേഡിയേറ്ററിൻ്റെ ടെമ്പറേച്ചറിൻ്റെ വിഷയം വരുമ്പോൾ, അതായത് റേഡിയേറ്ററിൻ്റെ ടെമ്പറേച്ചർ വ്യത്യാസം വരുന്ന സമയത്ത് ഈ ഫാനിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ ഫാൻ റീപ്ലേസ് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ആവശ്യമില്ലാതെ ഓരോ ഭാഗങ്ങളൊക്കെ വലിച്ചഴിച്ച് ഈ ഫാൻ അഴിച്ചെടുക്കുന്ന സമയത്ത് ഈ റേഡിയേറ്ററിൻ്റെ സെല്ല് വീക്കാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. എന്താണ് കംപ്ലൈൻ്റ് എന്ന് ശരിക്ക് മനസ്സിലാക്കാതെയാണ് പലരും ഈ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ കാര്യം ചെയ്യാവൂ. ഇത് ഇപ്പം ഫ്രീ ആയിട്ട്, അതായത് വാഹനം സ്റ്റാർട്ടാണെങ്കിലും ഓഫാണെങ്കിലും ഇത് ഫ്രീ ആയിട്ട് കറങ്ങും. അത് പുതിയ വണ്ടിയാണെങ്കിലും പഴയ വണ്ടിയാണെങ്കിലും ഏത് വാഹനമാണെങ്കിൽ കൂടിയും അത് കറങ്ങും. പക്ഷെ പലരും ഈ ക്ലച്ചിൻ്റെ പ്രശ്നം, ഇതിങ്ങനെ നിർത്തിയിടുമ്പോൾ ക്ലച്ചിൻ്റെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് ഈ ക്ലച്ചിനെ അങ്ങ് റീപ്ലേസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫാനിനെയും റീപ്ലേസ് ചെയ്യാറുണ്ട്. ഇതാണ് ക്ലച്ച്. അതുകൂടാതെ തന്നെ ഈ ഫാനിൻ്റെ ലീഫിനെയും അങ്ങ് റീപ്ലേസ് ചെയ്യാറുണ്ട്. ഈ റീപ്ലേസ് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ കാണുന്ന റേഡിയേറ്ററിൻ്റെ ഉള്ളിലത്തെ സെല്ല്, ഈ ഉള്ളിലത്തെ സെല്ല് ഈ അഴിച്ചെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ റേഡിയേറ്ററിൻ്റെ സെല്ല് ഈ ലീഫ് തട്ടിയിട്ട് ബ്ലോക്ക് ആവാനായിട്ട് അല്ലെങ്കിൽ അവിടെ വെച്ച് കട്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത്, പണ്ടത്തെ വാഹനമാണെങ്കിൽ അത് പിച്ചള റേഡിയേറ്ററാണ് വരുന്നത്, നമുക്ക് അഴിച്ച് പണി ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ സെല്ല് വരുന്നത് അലുമിനിയമാണ് വരുന്നത്. ചില വാഹനങ്ങൾക്ക് നമുക്ക് അഴിച്ച് റിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾ, അതായത് ന്യൂ ജനറേഷൻ വാഹനങ്ങളൊക്കെ അത് അഴിച്ച് റിപ്പയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള വ്യക്തമായിട്ടൊരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ കൂടിയും എന്താണ് കംപ്ലൈൻ്റ് എന്ന് മനസ്സിലാക്കാതെ ഇത് വലിച്ച് അഴിക്കരുത്. റേഡിയേറ്റർ ടെമ്പറേച്ചർ ഹൈ ആവുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പരമാവധി AC യൂസ് ചെയ്ത് വാഹനം ഓടാൻ ശ്രമിക്കണം. രണ്ട് കാര്യങ്ങളുണ്ട്. AC യൂസ് ചെയ്ത് ഓടുന്ന സമയത്ത് നമ്മുടെ ഈ കാണുന്ന ഈ ACയുടെ പൈപ്പ് പോകുന്ന ലൈനെല്ലാം ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കും. AC ഓൺ ചെയ്യുമ്പോൾ ഈ പോകുന്ന ഭാഗങ്ങളെല്ലാം തണുപ്പിച്ചുകൊണ്ടിരിക്കും. അതുമല്ല, ഇലക്ട്രിക്കൽ പാർട്സും തണുപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു ഭാഗവും ചൂടാവത്തില്ല. ഒരു പക്ഷേ എൻജിൻ ചൂടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉള്ളിൽ കണ്ടൻസർ ഫാൻ വരുന്നുണ്ട്. ഈ കണ്ടൻസർ ഫാന് ഇതിനെ അങ്ങ് തണുപ്പിച്ചുകൊണ്ടിരിക്കും. റേഡിയേറ്റർ ചൂടാവാതെ റേഡിയേറ്ററിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പലരും അത് ശ്രദ്ധിക്കാറില്ല. ആവശ്യമില്ലാതെ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം വലിച്ചഴിച്ച് പണി ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സീറ്റിംഗ് ആയിട്ടിരിക്കുന്ന ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഫാനിൻ്റെ ലീഫ് ശരിക്കും സീറ്റിംഗ് ആവത്തില്ല. അതുകൂടാതെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ഈ റേഡിയേറ്ററും സെല്ല് ബ്ലോക്കായിട്ട് അല്ലെങ്കിൽ ഈ ലീഫ് തട്ടിയിട്ട് വെൻ്റായിട്ട് പ്രശ്നം വരാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, പീരിയോഡിക്കലി, അതായത് റേഡിയേറ്ററിൻ്റെ ടെമ്പറേച്ചർ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീരിയോഡിക്കലി കൂളൻ്റ് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ വരാം. ഹോസ് പൈപ്പ്, അതായത് ഏതെങ്കിലും ഹോസ് പൈപ്പ് കംപ്ലൈൻ്റ് ആണെങ്കിൽ, അതായത് ഈ ലീക്ക് വരുന്ന ഭാഗങ്ങൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഓയിൽ കൂളർ ലൈന്, അതുകൂടാതെ ഈ ടർബോയിലോട്ട് പോകുന്ന ചെറിയ പൈപ്പുകൾ, നമുക്ക് ശ്രദ്ധിച്ചറിയുന്ന ചെറിയ പൈപ്പുകൾ, അങ്ങനെ ഈ വാട്ടർ ലൈൻ പൈപ്പുകളൊക്കെ പീരിയോഡിക്കലി റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ടെമ്പറേച്ചർ വ്യത്യാസം വരാം. അതുകൂടാതെ കൂളൻറ്റിൻ്റെ കൂട്ടത്തിൽ കുളത്തിലെ വെള്ളമോ അല്ലെങ്കിൽ പൈപ്പ് വെള്ളമോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് വെള്ളം, ഏതെങ്കിലും കിണറ്റ് വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ടൻറ്റ് ചേഞ്ചായിട്ടും ടെമ്പറേച്ചർ വ്യത്യാസം വരാം.
അതൊക്കെ നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം എന്താണ് കംപ്ലൈൻറ്റ്, അതായത് ഈ പറഞ്ഞ രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ പല രീതിയിലും കംപ്ലൈൻറ്റ് വരാം, നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് വരുന്നതാണ്. എന്നാൽ കൂടിയും ഏതെങ്കിലും ഒരു ചെറിയൊരു കയ്യബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് ഏത് ഭാഗത്തുനിന്ന് എവിടെ നിന്ന് വന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമാണോ എന്ന് നോക്കി മനസ്സിലാക്കി ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച ശേഷം മാത്രമേ ഇതിലോട്ട് കടക്കാവൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പല വാഹന ഉടമകളും കംപ്ലൈൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ ആവശ്യമില്ലാത്ത പാർട്സുകളെല്ലാം വലിച്ചഴിച്ച് വാഹനങ്ങളിൽ സീറ്റിംഗ് ആയിട്ടിരിക്കുന്ന പാർട്സുകളെല്ലാം വലിച്ചഴിച്ചിട്ട് പണി ആക്കി വയ്ക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ക്ലച്ചിൻ്റെ പ്രശ്നമാണ്. ഇതിപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ പലരും വിചാരിക്കുന്നത് ഫാന് ശരിക്കും ഈ ലീഫ് ശരിക്കും കറങ്ങാത്തതുകൊണ്ട് ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നു എന്നാണ് പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ അത് പീരിയോഡിക്കലി കൂളൻ്റ് റീപ്ലേസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഈ കാണുന്ന ഇതേപോലത്തെ റബ്ബർ ഹോസ് പൈപ്പിൻ്റെ റിങ്സിൻ്റെ പോർഷൻ വെച്ച് പൊട്ടിയതോ, അല്ലെങ്കിൽ ഈ ഓയിൽ കൂളറിൻ്റെ ലൈന് കംപ്ലൈൻ്റ് ആയതോ, അല്ലെങ്കിൽ റേഡിയേറ്ററിൻ്റെ സെല്ല് വീക്കായതോ ആയിരിക്കാം. ഈ ഒരു കംപ്ലൈൻറ്റ് മനസ്സിലാക്കിയ ശേഷം മാത്രമേ, അതായത് ഏത് ഭാഗത്തുനിന്നാണ് ഇത് വരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ പാർട്സുകൾ വലിച്ചഴിച്ച് പണി ചെയ്യാൻ പാടുള്ളൂ. ഇത് എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാനും അറിഞ്ഞിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്.